അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 3-ാം ക്ലാസ്സിലെ അഖീദയിലെ 5-ാമത്തെ പാഠം പ്രവാചകന്മാർ. ഈ പാഠം നന്നായിട്ട് വായിച്ചു പഠിക്കണം. ഈ പാഠത്തിലെ ഓരോ വരിയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ പാഠത്തില് ചെയ്യുന്നത്. അതുപോലെ ഉസ്താദിന്റെ കൂടെ കുട്ടികളെ വായിച്ച് പഠിക്കുകയും ചെയ്യാം. തിരുവാത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതാനുള്ള സഹായം കുട്ടികൾക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്ന് കേൾക്കുക. പാഠം 5 പ്രവാചകന്മാർ. നമുക്ക് ആദ്യം പാഠം വായിക്കുകയാണ്. എല്ലാവരും ഉസ്താദിന്റെ കൂടെ വായിക്കണം. പാഠം 5 പ്രവാചകന്മാർ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ വഹീ മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാരാണ് മനുഷ്യരിൽ നിന്നുള്ള പ്രവാചകന്മാർ. അല്ലാഹു 1,24,000 നബിമാരെ അയച്ചിട്ടുണ്ട്. അവരിൽ 313 പേർ മുർസലുകളാണ്. അവരിൽ 313 പേർ മുർസലുകളാണ്. അവരിലെല്ലാം നാം വിശ്വസിക്കണം. നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുർസലുകൾ എന്ന് പറയുന്നത്. അവരിൽ ചിലർക്ക് അല്ലാഹു കിതാബുകളും ചിലർക്ക് ഏടുകളും നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധി കൂർമ്മത ഉള്ളവരുമാണ്. നുബുവത്തിന് മുമ്പും ശേഷവും അവരിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുന്നതല്ല. അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുർസലുകളാണ്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ. അടുത്ത പേജ് മറിക്കാം. ഉലുൽ അസ്മുകൾ: 1 നൂഹ് അലൈഹിസ്സലാം, 2 ഇബ്രാഹിം അലൈഹിസ്സലാം, 3 മൂസ അലൈഹിസ്സലാം, 4 ഈസ അലൈഹിസ്സലാം, 5 മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പാഠത്തിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. 1-ാം പാരഗ്രാഫില് പ്രവാചകന്മാർ ആരാണ് എന്നുള്ള ചോദ്യം. അതിനുത്തരം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ വഹീ മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാരാണ് മനുഷ്യരിൽ നിന്നുള്ള പ്രവാചകന്മാർ. 2-ാം പാരഗ്രാഫിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങള്: എത്ര നബിമാർ അള്ളാഹു അയച്ചിട്ടുണ്ട്? 1,24,000. എത്ര മുർസലുകൾ അള്ളാഹു അയച്ചിട്ടുണ്ട്? 313. 3-ാം പാരഗ്രാഫിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ: മുർസലുകൾ എന്നാൽ ആര്? നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുർസലുകൾ എന്ന് പറയുന്നത്. അവരിൽ ചിലർക്ക് അള്ളാഹു കിതാബുകളും ഡാഷ് ആശയം പൂർത്തിയാക്കുക, ചിലർക്ക് ഏടുകൾ നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാർ സത്യം മാത്രം പറയുന്നവരും ഡാഷ്
ആശയം പൂർത്തിയാക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ അവിടെ എഴുതേണ്ടത് പ്രവാചകന്മാർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധി കൂർമ്മത ഉള്ളവരുമാണ്. നുബുവത്തിന് മുമ്പ് ശേഷവും അവരിൽ നിന്ന് ഡാഷ് ആശയം പൂർത്തിയാക്കുക, ഒരു തെറ്റും സംഭവിക്കുന്നതല്ല. ഇനി മുർസലുകൾ ആരാണ്? അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുർസലുകളാണ്. ഉലുൽ അസ്മുകൾ ആരാണ്? മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ. ഇവിടെ അവരിൽ എന്നുള്ളതിന് പകരം മുർസലുകൾ എന്ന് കൊടുക്കാം. മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ. ഉലുൽ അസ്മുകൾ ആരെല്ലാം? അടുത്ത പേജിൽ 1 നൂഹ് അലൈഹിസ്സലാം, 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 3 മൂസ അലൈഹിസ്സലാം, 4 ഈസ അലൈഹിസ്സലാം, 5 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി തദ്രീബാത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. 1 പ്രവാചകന്മാർ ആരാകുന്നു? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ വഹി മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാരാണ് മനുഷ്യരിൽ നിന്നുള്ള പ്രവാചകന്മാർ. 2 മുർസലുകൾ ആരാകുന്നു? നിയമ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുർസലുകൾ എന്ന് പറയുന്നത്. 3 നബിമാരുടെ 3 വിശേഷണങ്ങൾ: 1 സത്യം മാത്രം പറയുന്നവരാണ്, 2 വിശ്വസ്തരാണ്, 3 ബുദ്ധി കൂർമ്മത ഉള്ളവരാണ്, 4 ഒരു തെറ്റും സംഭവിക്കാത്തവരാണ്. അവർ ആര്? പ്രവാചകന്മാർ. അടുത്ത ചോദ്യം, എണ്ണം എഴുതുക. ഉലുൽ അസ്മുകൾ ആര്? ഉലുൽ അസ്മുകൾ എത്ര? ഉലുൽ അസ്മുകൾ 5. അമ്പിയാക്കൾ 1,24,000. മുർസലുകൾ 313. ഇനി മുർസലുകളെ, പ്രവാചകന്മാരെ അഥവാ ഉലുൽ അസ്മുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബൈത്ത് നമുക്ക് പഠിക്കാം. നൂഹും ഇബ്രാഹിമും മൂസ കലീമുഹു വഈസാ വതഹും ഉലുൽ അസ്മി ഫഅലമീ. ഈ പാഠം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സലാമത്ത് നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.